മനീഷ്, ഇതിലിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തേക്ക് എത്തുകയാണ്. CBI അന്വേഷണം വേണം എന്നൊക്കെയുള്ളതാണ് അവരുടെ ആവശ്യം. അതിൽ ഉത്തരവാദികൾ പിണറായി വിജയന്റെ സർക്കാർ കാലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതിലിപ്പോൾ വീഴ്ച സമ്മതിക്കുമ്പോഴും എന്താണ് PS പ്രശാന്ത് പറയുന്നത്? 2019 കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണോ അദ്ദേഹം വ്യക്തമാക്കുന്നത്? 25-ലും ഇതിനൊക്കെ അനുമതി ലഭിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതല്ലേ? മറ്റൊന്ന്, കോടതിയിൽ കണക്കുകൾ സമർപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അനുജ, ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ആദ്യം പ്രതികരിച്ചത്, ഈ വിവാദങ്ങളുടെ തുടക്ക സമയത്ത് അദ്ദേഹം പ്രതികരിച്ചിരുന്നത് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് വകകളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വ്യക്തതയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും അത്തരം കാര്യങ്ങളിലില്ല. കോടതിയിൽ ചില കാര്യങ്ങൾ സമർപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ ചില കമ്മ്യൂണിക്കേഷനിലെ ചില പ്രശ്നങ്ങളാണ് കോടതി വിമർശിച്ചത് എന്നുള്ള പ്രതികരണമായിരുന്നു ആദ്യം PS പ്രശാന്ത് നടത്തിയത്. പക്ഷെ പിന്നീട് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വീഴ്ചയുണ്ടായി. 2019 ഇത് കേവലം ഒരു സ്പോൺസറുടെ കൈവശം കൊടുത്തു വിടുമ്പോൾ പാലിക്കേണ്ട, അതായത് പ്രത്യേകിച്ചും ദേവസ്വം മാനുവലിൽ അത് സന്നിധാനത്ത് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണിയോ സ്വർണം പൂച്ചലോ സ്വർണം പൊതിയിലോ അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ചുറ്റമ്പലത്തിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്ന ദേവസ്വം മാനുവൽ നിലനിൽക്കുകയാണ്. അവിടെ തിരുവാഭരണ കമ്മീഷണറുടെ ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ ഈ രീതിയിൽ മറ്റൊരാൾക്ക് അത് അയാൾക്ക് ഈ ക്ഷേത്രമായോ ദേവസ്വം ബോർഡുമായോ എന്ത് ബന്ധമെന്ന് പോലും ബോധിപ്പിക്കാൻ കോടതിയുടെ മുൻപിൽ കാണിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇത്രയും അധികം കോടികൾ വിലമതിക്കുന്ന സ്വർണം നൽകി എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മറ്റോ തീരുന്ന കാര്യങ്ങളല്ല. ആ സമയത്ത് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ, സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായ പങ്ക് ഈ വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉറപ്പുണ്ട്. ആ തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ വരികയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വീഴ്ച സമ്മതിച്ചുകൊണ്ട് തന്നെയുള്ള പ്രതികരണമാണ് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.